അപ്പൊ ഖവാഇദ് എന്ന് പറയുന്നത് ഖവാഇബ് എന്ന് പറയുന്നതിന്റെ നേരെ എതിരാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എല്ലാവരും സ്ത്രീകൾ തന്നെയാണ്. പക്ഷേ ഭാഷാ പ്രയോഗത്തിൽ ഖവാഇദ് എന്ന് പറഞ്ഞാൽ വളരെ വയോവൃദ്ധകൾക്കാണ് പ്രയോഗിക്കാൻ നമ്മൾ മനസ്സിലാക്കി. അതേ അവസരത്തിൽ ഖവാഇബ് എന്ന് പറയുന്നത് ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സ്തനം തുടിച്ച തരുണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ നിലയ്ക്ക് ഒന്ന് തരുണീമണികളാണ്, മറ്റത് ഖവാഇദാണ്. രണ്ടു കൂട്ടർക്കും ഇതാണ് ഇസ്ലാം കൃത്യമായി തന്നെ എന്തൊക്കെ പാലിക്കണം എന്ന് കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം, ഖവാഇദുകളായ സ്ത്രീകൾക്ക് പോലും ഇതാണ് നിയമമെങ്കിൽ നോക്കൂ നിങ്ങൾ, അവർ അവരുടെ സീനത്ത് വെളിവാകുന്ന നിലക്കാണെങ്കിൽ അവരും അവരുടെ മേൽവസ്ത്രങ്ങൾ അണിയണം, അത് ഊരിവെക്കാൻ അവർക്കും അനുവാദമില്ല എന്ന അവസ്ഥയാണ് പ്രായം ചെന്ന കിഴവികളായ സ്ത്രീകളുടെ വിഷയത്തിൽ പോലും അല്ലാഹു പറഞ്ഞതെങ്കിൽ യുക്തകളായ അരുണീമണികളായ സ്ത്രീകൾ അവരുടെ സീനത്ത് മറ്റൊരാളുടെ മുമ്പിൽ വെളിവാകുന്നത് എത്രത്തോളം അവർ ഭയപ്പെടേണ്ടതുണ്ട്, ആ വിഷയത്തിൽ അവർ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളെല്ലാവരും പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ്. ഒരു സ്ത്രീ അവളുടെ ആകർഷണ രൂപത്തിൽ പരപുരുഷന്മാരുടെ മുമ്പിലേക്ക് വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കഅസ്ദിമത്തിൽ ബുഖ്തിൽ മാഇല ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹാ. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്. സ്ത്രീകൾ കാസിയാക്കുന്നവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ ആരിയാക്കുന്നവർ വിവസ്ത്രരാണ്, നഗ്നകളാണ്. കാരണം വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ്? ഔറത്ത് മറയാനാണ്, ശരീരം മറക്കാനാണ്. പക്ഷെ ഇന്ന് സ്ത്രീകൾ പലപ്പോഴും വസ്ത്രം ധരിക്കുന്നത് അവരുടേതായ ശരീരം വെളിക്ക് കൊണ്ടുവരുവാനാണ്, അവരുടെ അലങ്കാരങ്ങൾ മറച്ചു വെക്കാനാണ് വസ്ത്രം ധരിക്കുന്നതെങ്കിൽ ഇന്ന് അലങ്കാരങ്ങൾ മനഃപൂർവ്വം വെളിപ്പെടുത്തുവാനുള്ള രൂപത്തിലുള്ള വസ്ത്രധാരണ രീതിയാണെന്ന് സ്ത്രീകളിൽ പലരും കൈക്കൊള്ളുന്നത്. ഇസ്ലാം ഗൗരവത്തിൽ വിലക്കുകയാണ്. അങ്ങനെ വസ്ത്രം ധരിച്ചിട്ടും ധരിക്കാത്തവരെ പോലെയുള്ള ആളുകൾ. അതുപോലെ തന്നെ മായിലാത്തും മുമീലാത്തും, ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ പരപുരുഷന്മാരെ ആകർഷിപ്പിക്കും വിധത്തിൽ കൊഞ്ചിക്കുഴഞ്ഞും നടത്തത്തിന്റെ സ്റ്റൈലിൽ വ്യത്യാസം വരുത്തിയുമൊക്കെ നടക്കുന്ന ആളുകൾ. തലയിൽ ഒട്ടകത്തിന്റെ പൂഞ്ച പോലെ മുടിക്കെട്ടുകൾ നെറുകയിലേക്കും പിൻഭാഗത്തേക്കും ഒരുപാടുണ്ടെന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകൾ. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോയിട്ട് ആ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കുവാനോ അനുഭവിക്കുവാനോ സാധ്യമല്ലാത്തത്ര ദൂരത്തേക്ക് അവർ ആട്ടി ഓടിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, അത്രയും ശപിക്കപ്പെടുന്ന വിഭാഗമാണ് അവരെന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ വിഷയത്തിൽ സജീവമായ ശ്രദ്ധ സ്ത്രീകളുടെ രക്ഷാധികാരികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഗൗരവത്തോടുകൂടി ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുള്ള താക്കീതാണ് അല്ലാഹു അവസാനം ഓർമ്മപ്പെടുത്തിയത്. വല്ലാഹു സമീഉൻ അലീം. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്. റബ്ബിനെല്ലാം അറിയാം. ആരൊക്കെ എന്തൊക്കെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട് അതൊക്കെ അല്ലാഹു കേൾക്കുന്നുണ്ട്. ആരൊക്കെ ഏതൊക്കെ ഉദ്ദേശത്തിൽ വസ്ത്രം ധരിക്കുന്നുണ്ട്, ഊരിവെക്കുന്നുണ്ട്, അല്ലാഹുവിന് അതെല്ലാം നന്നായി അറിയാം. അവൻ സർവജ്ഞനാണ്. എല്ലാ നിയമങ്ങളും അവൻ അറിഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. സാർവകാലികമായ നിയമങ്ങളാണ് എന്നൊക്കെ ഒരുപാട് തത്വങ്ങൾ അല്ലാഹു സമീഉൻ അലീം എന്ന് പറഞ്ഞതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുകൂടി ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.